ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. പുതിയ വീഡിയോയിലേക്കാണെങ്കിൽ ഇപ്പൊ സാധാരണ ഒരുമാതിരിപ്പെട്ട പഴയ വീടുകളിലൊക്കെ ഉണ്ട് ഒരു സാധനമാണ് കുടംപുളിയാണ്. ഈ സീസണിലെ കുടംപുളി ഉണ്ടാവുന്നല്ലേ? സീസണിലാണ് കുടംപുളി പഴുക്കുന്നത്. പഴുത്തൊരു മഴക്കാലത്താണ് കുടംപുളി പണി. എന്തിനാ നമുക്ക് പണി വരാനൊക്കെ ഉണ്ട്. അപ്പൊ ഉണക്കിനാണെങ്കിൽ നമുക്ക് ഇത്രയും കഷ്ടപ്പാടും പണിയില്ല. അപ്പൊ സാധാരണ വീടുകളിലൊക്കെ അരിയുടെ മൂലയിലും ഒക്കെ ഉണ്ട് കുടംപുളി. നമ്മുടെ വീട്ടിലുണ്ട് കുടംപുളി. ഇന്നലെ ഞങ്ങൾ കുറെ പഴയ പറമ്പുള്ളവരൊക്കെ വീട്ടിൽ കുടംപുളി ഉണ്ട്. ഇല്ലാത്തവരെഴുതുന്ന തൈ മേടിച്ചോണ്ടൊന്ന് വെക്കണം കേട്ടോ. ഇപ്പൊ ബ്ലോക്കിലൊക്കെ ഇഷ്ടം പോലെ കുടംപുളി കിട്ടും. അപ്പൊ നമുക്ക് പെട്ടെന്ന് പുളി ഉണ്ടാവും. നല്ല മീൻകറി കൂട്ടാൻ നമ്മള് പുളി ഉണങ്ങി എടുക്കണം. അപ്പൊ നമ്മൾ ഈ പുളി എടുക്കുന്നത് നമ്മള് പുളി ഉണങ്ങിയില്ലെങ്കിൽ ചില വാങ്ങിക്കുന്ന പുളിക്ക് കാരഞ്ചോയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പുളി ട്രീറ്റ് ചെയ്യുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പുളി ഉണങ്ങണതിലും സൂക്ഷിക്കണതിലും ഒക്കെ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ അത് അറിഞ്ഞ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് പുളി കിട്ടത്തുള്ളൂ അല്ലെ? അപ്പൊ ഇത് രാവിലെ ഇവിടെ കുറച്ച് പണികളായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു പേരയുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പേര നമ്മുടെ വീടിന്റെ അങ്ങോട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ ഇത് പേരയൊക്കെ വെട്ടി. പേര വെട്ടിന്റെ കഥ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പേരയും ഇലയും ഒക്കെ വേണം പുളി ഉണങ്ങാനായിട്ട് അല്ലേ? അപ്പം ഇത് നല്ല ഈ പുളി എങ്ങനെയാ കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പുളി നമ്മള് സാധാരണ നമ്മൾ പുളി ചോട്ടിന്ന് പറക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും ഇച്ചിരി പുളിയെ കിട്ടത്തുള്ളൂ. ചിലപ്പോ നമ്മുടെ കുഞ്ഞു പുളി അതുകൊണ്ട് 5ഉം 6ഉം പുളിയൊക്കെ വീതായിരിക്കും ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് അല്ലേ? നമുക്കൊരു വലിയ തോട്ടി ഉണ്ടായിരുന്നു. അത് തന്നെ നമ്മുടെ ചക്കയിടുന്ന തോട്ടി അല്ലേ? ആ തോട്ടിക്ക് ഇന്നലെ ഞങ്ങൾ പുളി കുലുക്കി നമുക്ക് എത്രയും പുളി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പുളി നമ്മളെ എങ്ങനെ ഉണങ്ങുന്ന വെച്ചാൽ ഇത് നമ്മൾ കീറി കഴിഞ്ഞാൽ തന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇതിന്റെ അകത്തുള്ള സാധനം വേണേ തിന്നണേ തിന്നാലേ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ തിന്നുമായിരുന്നു. പുളി ഉണങ്ങുമ്പോ തിന്നുന്നില്ല. അപ്പൊ ഈ പുളി ഇന്ന് കാണിക്കാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പുളിയുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോട്ടീന്ന് വീണ് കിട്ടുന്ന പുളിയാണെങ്കിൽ ഓരോ ദിവസവും 5ഉം 6ഉം പുളിയേ കിട്ടത്തുള്ളൂ. ആ പുളി നമ്മൾ ഉണങ്ങാൻ പോയാൽ നമുക്ക് നല്ല പണിയായിരിക്കും അല്ലെ? അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല് ഇത് കണ്ടോ, ഇവിടെ നമ്മൾ പുളി ഉണങ്ങാൻ വെക്കുക. ഇത് നമുക്ക് ചോട്ടീന്ന് വീണ് കിട്ടുന്ന പുളിയാണ്. അപ്പൊ 5ഉം 6ഉം പുളിയൊക്കെ കിട്ടി ഓരോ ദിവസവും നമ്മളിങ്ങനെ കോർമ്പല് കൂട്ടി വെച്ച് വേണം നമ്മൾ പുളി ഉണങ്ങാനായിട്ട്. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഉണങ്ങിയാൽ നമുക്ക് നല്ല പണിയല്ലേ? പണിയാണ്, സമയനഷ്ടമാണ്, എല്ലാം കൊണ്ട് നമുക്ക് നഷ്ടമാണ്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുളിയുള്ള സമയങ്ങളിൽ ആളുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളി നന്നായിട്ട് പഴുത്ത് മൂത്ത് വരുമ്പോ ഇത് മൊത്തത്തിൽ അങ്ങ് കുലുക്കും. പണ്ട് ആൾക്കാരെ കിട്ടുമായിരുന്നു കേറി കുലുക്കാൻ. കേറി ഇപ്പൊ ഇവിടെ അവിടെ നമ്മുടെ അപ്പുറത്തെ വീട്ടുകാരൊക്കെ അവർക്കൊക്കെ വലിയ പുളിമരം ഉള്ളപ്പോ കുലുക്കുമായിരുന്നു അല്ലേ? അത് പക്ഷെ ഇത്രയൊന്നും അല്ല അല്ലേ? അത് വലിയ വല്ലക്കൊട്ടൊക്കെ കുളിവായിരിക്കൊണ്ടൊന്ന് കൂട്ടുന്നത്. എന്നിട്ട് വലിയ ചേരി കെട്ടി അതിനായിട്ട് തെങ്ങൊക്കെ വെട്ടിക്കേറി വെച്ചൊക്കെ നേരത്തെ വിറവ് വേണം ഇഷ്ടം പോലെ. ഇത് പോച്ചാണ് പുളി ഉണക്കി എടുക്കുന്നത്. 2-3 ദിവസം കഴിയുമ്പോ ഈ പുളി മറിച്ചിടണം. മറിച്ചിട്ടില്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. അപ്പൊ മറിച്ചിട്ടിട്ട് ഒരു 4 പുക പഠിച്ചാൽ മതി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് ഈ പുളി അങ്ങ് കീറാം അല്ലെ? ഈ പുളി കീറിയിട്ട് ഇതിന്റെ അരി കളഞ്ഞ് നമുക്ക് എടുക്കാവേ. അപ്പൊ നമ്മുടെ പുളി കീറുവാണ് കേട്ടോ. ഇതാണ് കഴിക്കുന്ന സാധനം. കാണിച്ചമ്മേ, എന്റെ കയ്യിലേക്ക് കത്തി വെച്ച് കുത്തല്ലേ. ഒരെണ്ണം കാണിച്ചാ നോക്കട്ടെ. ഇത് കൊള്ളൂല, നല്ല വെളുത്തത് കഴിക്കണം. ഈ സാധനം കണ്ട ഇതാണ് പുളിയുടെ കുരു. ഇത് തിന്നാൻ കൊള്ളാം. ഇത് തിന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ കാണും അല്ലേ? പണ്ടൊക്കെ ഞങ്ങളൊക്കെ കടയിലൊക്കെ പോകുമ്പോ വലിയൊരു പുളിമരം അവിടെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ കേറി പറക്കിട്ട് പുളി കൊണ്ട് വീട്ടിൽ ചെല്ലാൻ ഒക്കില്ല. നല്ല രുചിയമ്മേ. അമ്മ പറഞ്ഞു നോക്കി. വേണ്ട, എനിക്ക് വേണ്ട. ഓർമ്മ കഴിച്ചു നോക്കി. ഇത് മധുരം ഉണ്ട് അല്ലേ? നല്ല ഹായ്. ഞങ്ങളവര് കല്ലെടുത്ത് ഇടിച്ച് പുളി പൊട്ടിച്ച് തിന്നേച്ച് തൊണ്ടം കളയും. തൊണ്ടും കൊണ്ട് വീട്ടിൽ ചെന്ന അച്ഛൻ സമ്മതിക്കത്തില്ല. വഴക്ക് പറയും പലവരുടെയും പുളി പുളിഞ്ചോട്ടി കയറിയ. അപ്പൊ ഇപ്പൊ അത് പറഞ്ഞപ്പോൾ ഓർത്തത്, ആൾക്കാരൊക്കെ ആണെങ്കിൽ വല്ലവരുടെയും പുളി ഉണ്ടെങ്കിൽ, പുളിമരം ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ പിറക്കും അല്ലേ? നമ്മുടെ കുത്താലത്തെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു വലിയ പുളിമരം ഉണ്ട്. അതിലെ പുളിയാണെങ്കിൽ അതിലെ പോണ ആൾക്കാരെല്ലാം പിറക്കിക്കൊണ്ട്. പക്ഷെ അത് ഇതുപോലത്തെ കുഞ്ഞിപ്പുളി അല്ല കേട്ടോ, വലിയ പുളി അല്ലേ? ഒരുപാട് ഉണ്ടായോണ്ടാ ചെറുതായി പോയത്. അപ്പൊ പുളി അമ്മ ഇങ്ങനെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ ഈ കുരു കളഞ്ഞിട്ട് ഇങ്ങനെ തൊണ്ട് വെക്കും. എന്നിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ വെള്ളത്തിലിട്ട് കഴുകും. അപ്പൊ വേറൊരു കാര്യം കൂടെ കാണിക്കാം. നമ്മൾ കുലുക്കി പറിച്ചത് കൊണ്ട് തന്നെ കുലുക്കി പറിച്ചാൽ നമുക്ക് ഒന്നിച്ച് പുളി കിട്ടും. അല്ലെങ്കിൽ അപ്പൊ നമുക്ക് ഒന്നിച്ച് ഉണങ്ങാൻ പറ്റും അല്ലെ? അപ്പോ ഇതുപോലെ കണ്ട കുറച്ച് പച്ചപ്പുളിയും കൂടെ വീഴും അല്ലെ? പച്ചപ്പുളി കീറരുത് ഇപ്പഴ്. പച്ചപ്പുളി ഇപ്പൊ കീറിയ എന്നാ പ്രശ്നമേ? കാരം ചവയ്ക്കും. അപ്പൊ അതുകൊണ്ട് പച്ചപ്പുളി നമ്മൾ ഇവിടെ വെച്ചേക്കും. ഇപ്പൊ കീറത്തില്ല. ഇപ്പൊ നമ്മള് ഈ പഴുത്ത പുളി മാത്രം കീറും. എന്നിട്ട് ഈ പച്ചപ്പുളി ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ഇത് പയ്യെ ഇരുന്ന് പഴുക്കുള്ളൂ അല്ലെ? പഴുക്കുമ്പോ ഇത് നമുക്ക് വെക്കാം. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കീറി ഇടുവാണ്. ഇതൊക്കെ എടുത്ത് കഴിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ നിലത്തിട്ട് എടുത്ത് കഴിക്കരുത്. കീറുമ്പോ അതിന്റെ അകത്തുനിന്ന് തന്നെ എടുത്ത് കഴിക്കണം. അല്ലെങ്കിൽ വല്ല അല്ലേ? നല്ല കളറുള്ളത്. പറഞ്ഞു കാണിച്ച് കണ്ടോ? ഈ മാംഗോസ്റ്റിൻ ഇത് തന്നെ. ഇതിന്റെ സെയിം ഇതിൽ പെടുന്ന സാധനമാണ്.
ചാച്ചൻ അവിടെ പുറകിൽ നിന്ന് പുളി പുകച്ചോണ്ടിരിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുവാണ് കേട്ടോ. പിന്നെ ഞാൻ പേര വെട്ടിയ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ പുളി പുകയ്ക്കാനായിട്ട് ഈ പേരയും ചപ്പും ഇതൊക്കെ ഉപയോഗിക്കും കേട്ടോ. കാരണം ഇത് നമ്മുടെ വീട്ടിൽ ഒരു അപകടാവസ്ഥ നിന്നുകൊണ്ടാണ് നമ്മൾ വെട്ടിയത്. അപ്പൊ പുളി പുകയ്ക്കാനുള്ള വിറകുമായി. ഇതൊന്നും പോരല്ലേ വിറക്? അങ്ങനെ നമ്മുടെ പുളിയെല്ലാം നമ്മൾ കീറി കഴുകി വെള്ളം തോർത്തി കൊണ്ട് ചേരിന്റെ മണ്ടയിൽ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ എല്ലാം നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ കിടന്നൊന്ന് പുകയിട്ട് നമ്മൾ തീ ഇട്ടിട്ടുണ്ട്. കമത്തി വെച്ചാൽ വെള്ളം അകത്തെ അങ്ങ് പോകും, കഴുകിയതായതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ കമത്തി മലത്തിരുന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് പഴുത്ത പുളിയായി, ഇതെല്ലാം പഴുത്ത പുളിയാണ്. അപ്പൊ നമ്മളിത് അത് ഇന്നലെ നമ്മൾ വെച്ച പുളിയാണ്. പുകയങ്ങ് ചെന്നാൽ നല്ലപോലെ ഉണങ്ങും, ഒരു 3 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. അപ്പൊ നമ്മൾ ഇത് ഇന്ന് ഒരു ഉച്ച വരെ ഇത് ഇങ്ങനെ കിടക്കും. ഉച്ച കഴിഞ്ഞ് നമ്മൾ ഇതിനകത്തെ പുളി വലിയ പുളി പറക്കി എടുത്തിട്ട് ഇതുപോലെ ഈർക്കിലൊക്കെ ഓർത്തിട്ട് വഴുക അല്ല വള്ളി ആയാലും കുഴപ്പമില്ല. പക്ഷെ കോർക്കാൻ എളുപ്പം ഈർക്കിലോ വഴുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഈ പുളി ഉണങ്ങുന്നത്. ഇനിയെല്ലാം ഇങ്ങനെ നമ്മള് കമത്തി വെച്ച് വെക്കണം. ഇച്ചിരി പണിയുണ്ട് പുളി പുകയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് 2 സ്ഥലത്താണ് തീ ഇട്ടേക്കുന്നത്. മറ്റേ ഇന്ന് ഒരു സ്ഥലത്തേ ഉള്ളായിരുന്നു. ഇന്ന് 2 സ്ഥലത്ത് നമ്മൾ തീ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതിനകത്ത് ഇനി വിറവും ചൂട്ടും ചപ്പും ചവറും ഒക്കെ നമ്മൾ വാരി ഇട്ടിട്ട് നല്ലപോലെ പുകയടിക്കണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അമ്മയ്ക്ക് പുക അങ്ങനെ അടിക്കാൻ പാടില്ല. ഞാനിപ്പോ പുകയടിച്ച അപ്പൊ അങ്ങനെ പുക അടിക്കാൻ പാടില്ലാത്ത ആൾക്കാർ പുക അടിക്കാൻ പോകരുത് അല്ലേ? അപ്പൊ ഇനി ഇങ്ങനെ ഇത് ഉണങ്ങി ഈ ഒരു പരുവത്തിലേക്കാകും അല്ലെ? ഈ ഒരു പരുവത്തിലേക്കാകും 2 ദിവസം കൊണ്ട് ഉണങ്ങണം. ഇനി ഉണങ്ങണം അല്ലെ? അങ്ങനെ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് നമ്മള് ഈ ഓരോ പ്രാവശ്യം കിട്ടണ വെക്കും. അപ്പൊ ഇതെങ്ങനെയാ വെച്ചാൽ നമുക്ക് ഇച്ചിരിയൊക്കെ പുളിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ അടുപ്പിന്റെ മുകളിലൊക്കെ ഇട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഉണങ്ങി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ വേറെ പണികളുണ്ട് അല്ലെ? ഇങ്ങനെ ഉണങ്ങിയാൽ മാത്രം പുളി ആവത്തില്ല. ഇത് മൊത്തം ഉണങ്ങി കഴിഞ്ഞാൽ നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യത്തുള്ളൂ അല്ലെ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ പുളി ഇങ്ങനെ നമുക്ക് എത്ര ദിവസം ഉണങ്ങണം? ഇങ്ങനെ 4 ദിവസമെങ്കിലും കിടക്കണം. 4 ദിവസം കൊണ്ട് ഈ പുളി നന്നായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടട്ടെ അല്ലെ? പുളിയുടെ കുരുവാണ് കേട്ടോ ഇത് മുഴുവനും. ഇതും കൊണ്ട് നമുക്ക് വലിയ ഉപയോഗങ്ങളൊന്നും ഇല്ല ഇതുകൊണ്ട് അല്ലെ? അപ്പൊ ഇതെല്ലാം വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയുവാണ് ചെയ്യുന്നത്. ദിവസത്തെ വൈകുന്നേരം ആയപ്പോഴേക്കുള്ള നമ്മുടെ, അതായത് ഒറ്റ ദിവസമാണ് കേട്ടോ, വൈകുന്നേരം ആയപ്പോഴേക്കുള്ള പുളിയുടെ അവസ്ഥയാണ് കേട്ടോ ഇത്. ഇത്രയും കണ്ടോ ഉണങ്ങി, ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വാടിയിട്ടുണ്ട്. ശരിക്കും ഉണങ്ങി എന്ന് പറയാൻ പറ്റത്തില്ല, വാടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാ സൈഡും ഉണ്ടല്ലോ മറച്ച് കെട്ടിയിട്ടാണ് കേട്ടോ ഇട്ട്, പുകയൊന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ കണ്ടോ ഈ ഒരു രീതിയിലേക്ക് മാറി. ഇത് വലിയ പുളി ആയതുകൊണ്ട് ഇത്രയും, ചെറിയ പുളിയൊക്കെ കുറേയും കൂടെ വാടിയിട്ടുണ്ട് കണ്ടോ. അതിന്റെ വെള്ളമയം ശരിക്കും മാറിയിട്ടുണ്ട്. അപ്പൊ നാളത്തെ വൈകുന്നേരം കൂടി ആകുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി വരും. ഇനി ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അമ്മ ഇതെടുത്തിട്ട് ഇതിപ്പോ ഇങ്ങനെ വെറുതെ നിരത്തി ഇട്ടേക്കുമല്ലോ ചേരില്, ഇനി അത് ഇതുപോലെ നമ്മുടെ ഈ തെങ്ങിന്റെ എഴുകയിലേക്കോ അതല്ലെങ്കിൽ ഇതുപോലെ ഈർക്കിലുകളിലേക്കോ കുത്തി ഇനിയിടും. അതിലെ കുഞ്ഞു പുളിയൊക്കെ നമ്മുടെ ഇതിന്റെ ഇടയിൽ കൂടെ, ഈ ചേരിന്റെ ഇടയിൽ കൂടെ താഴത്തേക്ക് ഇങ്ങനെ വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ തീ ഇങ്ങനെ കണ്ടില്ലേ, പുക ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, പുളി ഇങ്ങനെ ഉണങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുളിക്ക് ശരിക്കും പറഞ്ഞാൽ 1 കിലോ പുളിയുടെ വില എന്ന് പറഞ്ഞാൽ 300 രൂപ 350 രൂപ വിലയുള്ളൂ. പക്ഷെ ആ ഒരു വിലയാണോ ഈ ഒരു പുളി ഉണ്ടാക്കുന്ന ഇതിന്റെ പ്രോസസ്സിങ്ങിൽ വരുന്നത് നിങ്ങൾ ശരിക്കും നോക്കണം കേട്ടോ. അപ്പൊ ഇതിന്ന് ഒറ്റ ഉണക്കായിട്ടുള്ളൂ. ഇനിയും ഉണ്ട്, എന്തോരം വിറകാണെന്നല്ലോ ഇത്. ഇതുപോലത്തെ വലിയ മുട്ടി വിറക് കണ്ടില്ലേ, ഇതുപോലുള്ള മുട്ടി വിറകുകളാണ് ഇതിലേക്ക് വെച്ച് എരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാകുമ്പോൾ ഇങ്ങനെ 24 മണിക്കൂറും ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേ ഇരിക്കും ഇത്. ഇതാണ് കേട്ടോ തെങ്ങിന്റെ വഴുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വഴുകക്കകത്താണ് നമ്മൾ പുളി കോർക്കുന്നത്. അപ്പൊ ഈ വഴുക മൊത്തത്തിൽ ഇങ്ങനെ എടുക്കുമല്ലേ, ഇങ്ങനെ വഴുക എടുത്തിട്ട് അത് പിന്നെ വീണ്ടും ചെറിയ പീസാക്കി നമ്മൾ മുറിച്ചെടുത്തിട്ടാണ് അതിലാണ് നമ്മൾ കോർത്ത് നമ്മളുടെ പുളി എടുക്കാൻ പോകുന്നത്. നമ്മുടെ പുളി നമ്മളിങ്ങനെ വാരി എടുക്കുവാണ്. 1ാമത്തെ ദിവസം വൈകുന്നേരം ആയതേ ഉള്ളൂ അല്ലേ? എല്ലാം വാടിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ചെറിയ പുളിയുണ്ട്, ഈ ഓട്ടയെ കൂടെ ഒക്കെ അങ്ങ് പോകും. അപ്പൊ നമ്മൾ കോർത്തിടുകയാണെങ്കിൽ ഒറ്റ പുളി നമുക്ക് അടുപ്പ് തീക്കകത്ത് പോകില്ല. പല സ്റ്റെപ്പുകളാണ് ഇതിന്റെ പണിയില്ലേ? പുളിയുടെ പണിയായിരുന്നു, നല്ല പണിയാ. അമ്മ മറിക്കും, ഞാൻ വാരിക്കൊണ്ട് വരാം. അമ്മ അകത്തേക്ക് പൊക്കോ കോർക്കാനായിട്ട്. ഇത്രയും പുളി ഉണങ്ങി ഒറ്റ ഉണക്കായപ്പോ തന്നെ ഇത്രയും കുറഞ്ഞല്ലേ അമ്മേ? ഇനി അമ്മ വഴുക എടുത്തോണ്ട് വന്നത് ഇങ്ങനെ കുഞ്ഞതായിട്ട് കീറിയല്ലേ. ഇനി ഓരോന്നിലേക്കും വലിപ്പം അനുസരിച്ച് കോർത്തെടുക്കാൻ പോവും അല്ലേ? ഏതാ വലുതാണോ ആദ്യം? വലിയ പുളി തന്നെ ആദ്യം കോർക്കും അല്ലേ? അപ്പൊ വഴുകയുടെ അറ്റം ഇങ്ങനെ ഒന്ന് കൂർമ്പിച്ചു അല്ലേ? കൂർമ്പിച്ചിട്ട് കുത്തും. എല്ലാം ഒരുപോലെ അല്ല, തിരിച്ചു മറിച്ചു വേണം കുത്തണേ. ഒരെണ്ണം ഇങ്ങോട്ട് കുത്തിയ ഒരെണ്ണം അങ്ങോട്ടാണോ, അങ്ങനെയാണോ?
തിരിച്ചു കിട്ടി. ഓ, അല്ലെങ്കിൽ അകത്ത് കയറിയിരിക്കും. അകത്ത് കയറി പോയിട്ട് ഉണങ്ങത്തില്ല അല്ലേ? ഐഡിയ കാര്യമുണ്ടമ്മേ. കോർത്തിടുവാണെങ്കിൽ നമുക്ക് തിരിച്ച് 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 ഇങ്ങനെ വെക്കാൻ എളുപ്പം അല്ലേ? ഇപ്പൊ ഒറിജിനൽ പുളി പോലെയാകും ഇതിങ്ങനെ ഇരിക്കുമ്പോ. അതേ കണ്ടോ അല്ലേ? നമ്മുടെ പുളി മുഴുവൻ എന്തേ നമ്മുടെ തെങ്ങിന്റെ വഴുകയ്ക്കകത്ത്, തെങ്ങിന്റെ ഓലയുടെ അകത്തുള്ള സംഭവം ഉണ്ടോ, മടലിന്റെ അകത്തുള്ള ആ വഴുകയ്ക്കകത്ത് ഇങ്ങനെ കോർത്ത് മാല പോലെ ആക്കി ഇട്ടേക്കുവാണ് മുഴുവൻ പുളിയും. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്ത് പുളി ഇങ്ങനെ ഉണങ്ങാൻ അനുസരിച്ച് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചത് കൈയൊക്കെ നല്ല കളറായിട്ടോ. അപ്പൊ തിരിച്ചും മറിച്ചും വെച്ച് നമ്മൾ ഇനി ഉണങ്ങി എടുക്കണം ഈ പുളി മുഴുവനും. അപ്പൊ നമുക്ക് ഇനി എത്ര ഇത് ഉണക്കൂടെ വേണമേ? ഒരു 2 ദിവസം കൂടി ഇത് ഉണങ്ങുമ്പോൾ, ഇത് കണ്ടോ ഒറ്റ ദിവസത്തെ ഉണക്കിൽ ഇത്രയായി. അതുപോലെ നമ്മൾ തീ കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി 2 ദിവസം കൂടെ നമുക്ക് ഇത് ഒന്ന് ഉണങ്ങിയെടുക്കാം ഇനി അല്ലേ? അപ്പൊ അതെ വീണ്ടും നമ്മുടെ പുളിയെല്ലാം വീണ്ടും നമ്മൾ ചേരിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ അതെ നമ്മൾ ഫുൾ ചേരിലായിരുന്നു ആദ്യം ഇട്ടിരുന്നത്. കണ്ടോ ഇത്രയും ചേരി നമ്മൾ നിരത്തി വെച്ചിരുന്ന പുളി ഇപ്പൊ അതെ ഒറ്റ ദിവസത്തെ ഉണക്ക് കൊണ്ട് ഇത്രയായി മാറി. അപ്പൊ നോക്കണം, ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ വരുന്നൊരു സംഭവം നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പൊ ഇനി വീണ്ടും അടുത്ത ദിവസം ആകുമ്പോൾ ഒരു ദിവസം കൂടെ ഉണങ്ങുമ്പോൾ ഇതിന്റെയും പകുതിയിലേക്ക് ഇത് മാറും. കണ്ടില്ലേ? അപ്പൊ അതെ ഇത് പല രീതിയിൽ ഉണങ്ങിയത്. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങിയത്, ഇത് അതിന്റെ കുറച്ച് ഉണക്ക് അങ്ങനെ. അപ്പൊ നമ്മൾ എന്തിനാ ഇത് ചേരിൽ ഇങ്ങനെ അടുക്കി വെച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമുക്ക് 2 സ്ഥലത്ത് തീയിടണ്ട. നമ്മൾ ഇവിടെയും തീയിട്ടു ഇവിടെയും തീയിട്ടായിരുന്നു. ഇനിയിപ്പോ നമുക്ക് ഒരു സ്ഥലത്ത് മാത്രം തീ കൊടുത്താൽ മതി. അപ്പൊ ഇനി ഇത് വീണ്ടും ഇരുന്ന് ഒരു 2 ദിവസം കൂടെ ഇങ്ങനെ ഇരുന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പെർഫെക്റ്റ് പുളിയിലേക്ക് നമുക്ക് മാറി കിട്ടും. അപ്പൊ നമ്മുടെ പുളിയൊക്കെ അങ്ങനെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പുളി നമ്മൾ ഉണങ്ങിയാൽ മാത്രം പോരാ, ഇത് പുകയത്തിട്ട് നമ്മൾ ഉണങ്ങിയാൽ മാത്രം പോരാ, ഇതിന് വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പുളി ഞാനത് കാണിച്ചു തരാവേ. ഈ കൊട്ടയ്ക്കകത്തിരിക്കുന്ന പുളി നമ്മൾ ഇന്നലെ ഒരു ദിവസം മാത്രം ഉണങ്ങിയെടുത്ത പുളി അല്ലെ? ഇന്നലെ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ഇത് 2 വെയിൽ കൊണ്ട്, അല്ല വെയിലല്ല, 2 നമ്മുടെ പുക കൊണ്ട് ഉണങ്ങി കിട്ടി അല്ലേ? അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്മയൊക്കെ ആണ്. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ഉണങ്ങിയെടുത്ത പുളിയാണ്. പിന്നെ ഇത് ഈ കലത്തിലിരിക്കുന്നതും പുളിയാണ് അല്ലെ? അപ്പൊ ഇനി എന്താന്ന് ചോദിച്ചാൽ ഇത് ഇങ്ങനെ അങ്ങ് വെക്കുവല്ല അല്ലെ? ഇതിന് വേറെ ചില കാര്യങ്ങളൊക്കെ അത് പറഞ്ഞപ്പോഴാണ് ഇത് സെറ്റപ്പ് ആക്കാൻ വേണ്ടിട്ട് വെളിച്ചെണ്ണ വാങ്ങിച്ചോണ്ട് വെച്ചാണ്. കണ്ടോ, ഇത് നമ്മളിത് മില്ലിന്ന്, ആട്ടുന്ന മില്ലിന്ന് കറക്റ്റ് വാങ്ങിച്ചോണ്ട് വന്നാണ് കേട്ടോ. കൂത്താലത്ത് ഒരു മില്ലുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ആട്ടി ഇങ്ങനെ വരുന്നത് നമുക്ക് അങ്ങനെ നമുക്ക് തരും. അപ്പൊ നല്ല മണമുണ്ട് അല്ലെ? നല്ല വാസന നമ്മൾ വാങ്ങിക്കുന്ന മറ്റു വെളിച്ചെണ്ണ പോലെയല്ല. അപ്പൊ ആ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടാണ് ഇത് മയപ്പെടുത്തുന്നത് അല്ലേ? അപ്പൊ ഈ പുളിയിൽ ഒരു കാര്യം, നമുക്ക് കുറച്ച് മാത്രം എങ്ങനെ മയപ്പെടുത്തണെന്ന് ആദ്യം കാണാം അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് പിന്നെ നമുക്ക് ചെയ്യാം അല്ലെ? നമ്മൾ ഈ ഇലയിലോട്ട് കുടഞ്ഞിടുക, മുറത്തിനകത്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് മുറത്തെ പറ്റും. അപ്പൊ നമ്മൾ ഈ ഇലയിലോട്ട് കുടഞ്ഞിടുക, ഇല വെച്ച് മുറത്തിനകത്ത്. ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ട് കുറച്ച് എടുക്കണം, അത് മതിയായിരിക്കും. അത്ര എടുക്കാം നമുക്ക്, പിന്നെ നമുക്ക് ബാക്കി നമുക്ക് ചെയ്യാം അല്ലെ? സത്യത്തിൽ ഇത് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാം, പക്ഷെ നമുക്കിപ്പോ വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മൊത്തം പോയി കഴിഞ്ഞാൽ ഒത്തിരി പണിയുണ്ട് അല്ലെ? ഈ കലത്തിനകത്ത് അമക്കി വെച്ചത് കൊണ്ട് ഒരു മയമുണ്ട്, കണ്ടോ? മയമുണ്ട് അല്ലേ? അപ്പൊ ഇനി നമ്മളിപ്പോ ചെയ്യുന്ന ഇതിന്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി ഇത് ചെയ്തിട്ട് വീണ്ടും ഇത് ഉണങ്ങണം അല്ലെ? ഒന്ന് വെയിലത്ത് വെക്കണം. അപ്പൊ ഇത്ര ഉപ്പ് പൊടിയുപ്പ് ഇടുന്നു. പൊടിയുപ്പ്, അപ്പൊ പൊടിയുപ്പ് പെരളാനൊക്കെ എളുപ്പം അതാണ്. അത്ര ഉപ്പ് അതിനകത്ത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇതിനകത്തൊരു ശകലം വെളിച്ചെണ്ണ, അതിനാണ് വെളിച്ചെണ്ണയുടെ പറഞ്ഞത്. ഇപ്പോഴത്തെ വിലക്ക് വെളിച്ചെണ്ണ പൊളിക്കാത്ത ഒഴിക്കാൻ പറ്റും. അമ്മ ഇത് 520 രൂപയായി വെളിച്ചെണ്ണ ഇപ്പോഴത്തെ വില. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഉപയോഗിക്കും കേട്ടോ. ഇത്രയും വെളിച്ചെണ്ണ. അപ്പൊ ഇത്രയും പുളിക്ക് മാത്രമാണ് ഇത്രയും വെളിച്ചെണ്ണ. അപ്പം മൊത്തം പുളിക്ക് നല്ല വെളിച്ചെണ്ണ വേണ്ടി വരും അല്ലേ? ഇനി എന്നമ്മ ചെയ്യുന്നത്? ഇത് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ തിരുമും. അമ്മ ഒരു കാര്യം, വെളിച്ചെണ്ണയുടെ അടപ്പിങ് തന്നേമ്മേ, അല്ലെങ്കിൽ ഇതങ്ങനെ മറിഞ്ഞു പോയാൽ, ഇന്നത്തെ വിലക്ക് ഈ വെളിച്ചെണ്ണ മറിഞ്ഞു പോയാൽ സ്വർണം പോണ പോലെ ഇരിക്കും. സ്വർണത്തിനും വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ ഒരു വിലയാ. ഇങ്ങനെ നമ്മൾ ഇതിങ്ങനെ കൈ കൊണ്ട് 2 കൈ കൊണ്ടും കൂടെ ഈ ഉപ്പും വെളിച്ചെണ്ണയും കൂടെ പറ്റി ഈ പുളി ഇങ്ങനെ തിരുമും. അമ്മ ഞാൻ പറഞ്ഞോട്ടെ, വേറൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഇല്ലത്തുംകരി ഇടുന്ന എപ്പോഴാ? അത് ഇത് വേണ്ടതിന് നല്ല പുകയുണ്ട്. ഇത് പുകയത്ത് ഉണങ്ങിയതായതുകൊണ്ട് നമുക്ക് ഇല്ലത്തുംകരി വേണ്ട. ആൾക്കാർ പുകയത്തൊക്കെ ഉണങ്ങാത്ത വലിയ പുകയടിക്കാത്ത വെയിലത്തൊക്കെ വെച്ച് ഉണങ്ങുന്നതിനാണ് ഇല്ലത്തുംകരി ചേർക്കണം. നമ്മുടെ ഈ പുകയറ. പുകയറയാണ് കേട്ടോ ഇല്ലത്തുംകരി തന്നെ. അപ്പൊ നമ്മൾ വെയിലത്ത് വെച്ച് ഉണങ്ങിയ പുളിയാണെങ്കിലും ഇല്ലത്തുംകരി ഒക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് കളർ ഇതിനിപ്പോ നമ്മുടെ പുളിക്ക് കളറുണ്ട്, കണ്ടോ? ശരിയാ, നല്ല കളറുണ്ട്. ഇങ്ങനെ നേരടി നമ്മൾ വെയിലത്ത് ഉപ്പും വെളിച്ചെണ്ണ കൊടുത്തിട്ട് ഇങ്ങനെ നമ്മൾ തിരുമും കയ്യിലിട്ട്. അപ്പൊ മയമാകും. എന്നിട്ട് നമ്മളിത് വെയിലത്തൊന്ന് വെച്ച് ഒരു വെയിൽ കൊണ്ടാ മതി.
ഒറ്റ വെയിൽ നന്നായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഇതുപോലത്തെ കലത്തിന്റെ അകത്തല്ല കലത്തില് ഞാൻ ഇപ്പൊ ഒരു ഭരണി കഴുകി വെച്ചിട്ടുണ്ട്. ഭരണിക്കകത്തേക്ക് ഇടും അല്ലെ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പഴയ ഒരു ഭരണിയാണ്. ഈ ഭരണിക്കകത്തേക്കാണ് ഈ ഭരണിയിലിട്ട് നമ്മൾ നല്ല അമക്കി വെക്കണം. എങ്ങനെയാണ് ഇങ്ങനെ പുളി വാരിയിട്ട് അമക്കി ഉണങ്ങി കഴിഞ്ഞിട്ട് അല്ലെ. ഭരണിയിലിട്ടപ്പോ നമ്മളിങ്ങനെ ഞെക്കി അമക്കി താത്തു വെക്കണം. എയറൊക്കെ കുറഞ്ഞു വരും. അപ്പൊ അതിനകത്തിരുന്ന് അമങ്ങി നല്ല മയമായിട്ടിരിക്കും. എത്ര നാളിരിക്കും ഈ പുളി? ഇത് 3-4 കൊല്ലം ഇരിക്കും. എത്ര നാളുകളിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പുളി 4 കൊല്ലം. ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞ പുളി നാലാമത്തെ കൊല്ലത്തെ പുളി ഇപ്പോഴും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പുളിയൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുവാണ് കേട്ടോ. എന്നോട് ഇന്ന് 1-2 പേര് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ പുളി കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുളി ഉണങ്ങുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു പുളി കൊടുക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിത് മയപ്പെടുത്തി കഴിഞ്ഞു അല്ലേ? നല്ല മയമായി കണ്ടോ. നമുക്ക് കൊടുക്കാനില്ലല്ലോ പുളി? ഇല്ല. അപ്പൊ ഇത് നല്ല മയ ആയിട്ടുണ്ട്. ഇനി ഇത് നേരെ വെയിലത്ത് വെച്ച് വെയില് നല്ല വെയിൽ വെളിച്ചെണ്ണ പറ്റേണ്ട ഒന്ന് വെയിലത്ത് വെക്കുന്നത്. അതുകൊണ്ടാണ് വെക്കുന്നത്. വെളിച്ചെണ്ണ കനപ്പ് വരാതെ. ഇത് വെളിച്ചെണ്ണ ആയതുകൊണ്ട് അല്ലെ കനക്കും അല്ലെ. കനക്കും. അപ്പൊ നമ്മൾ ആ വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കി ആ ചൂടോടുകൂടി നമ്മള് ഈ ഭരണിക്കകത്ത് വരട്ട് അമക്കി വെച്ചിട്ട് ഭരണി ഭദ്രമായിട്ട് മൂടി കെട്ടി വെച്ചു അവിടെ ഇരുന്നോളും എത്ര കൊല്ലം വേണം. അപ്പൊ ഇതാണ് നമ്മുടെ പുളി ഉണ്ടാക്കലിന്റെ കഥ അല്ലെ. അപ്പൊ നല്ലൊരു പണിയാണ് ശരിക്കും പറഞ്ഞാൽ. പണിയെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് മടുത്തു. പക്ഷേങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു വിലയൊന്നും ഈ പുളിക്ക് കിട്ടുന്നില്ല അല്ലെ. ശരിയല്ലേ. ഇപ്പൊ നമ്മൾ വിൽക്കുന്ന ആൾക്കാർ ഇപ്പൊ നമുക്ക് കുറച്ച് പുളി ഉണ്ടാവും. നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പുളിയിൽ കൂടുതൽ പുളിയുണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ലെ. പക്ഷേ പുളിയുണ്ട്. പക്ഷേങ്കിൽ എന്താ വെച്ചാ ഈ പുളി വിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇത്രയും കഷ്ടപ്പാട് അല്ലെ. വിറവെന്തോരം നമുക്ക് ആഞ്ഞിലി നമ്മുടെ പെരക്ക് വെട്ടി ആഞ്ഞിലിയുടെ തടി കിടന്നത് കൊണ്ട് നമുക്ക് വലിയ വിറവും ഉണ്ടായിരുന്നു. അത് വാരി അങ്ങ് വെച്ചപ്പോഴും നമ്മള് കത്തിച്ച് അങ്ങനെ പുകഞ്ഞോണ്ട് ഇത് കത്തി. അപ്പൊ അതുകൊണ്ട് ഇതിനിപ്പോ കടയിൽ നമ്മൾ പുളി വാങ്ങിക്കാനാണെങ്കിൽ 350 രൂപ അത്രയൊക്കെ ഉള്ളൂ റേറ്റ്. പഴയ പുളിക്ക് വില കൊണ്ട് ഇപ്പൊ പുതിയ പുളിക്ക് വില കുറവാണ്. കഴിഞ്ഞ കൊല്ലത്തെ പുളിക്ക് ഇതിനെക്കാട്ടി 50 രൂപ 100 രൂപ കൂടുതൽ കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ പുളി ഉണ്ടാക്കലിന്റെ കഥ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ പുളി ഉണങ്ങിയ പുളി പദം വരുന്നതിന്റെ ഒക്കെ കാര്യങ്ങൾ പദം വരുത്തുക പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. പക്ഷെ ലൈക്ക് ചെയ്യണം. ഇപ്പൊ തന്നെ ഒന്ന് ചെയ്തേക്ക്. ലൈക്ക് ചെയ്യണം, കമന്റും ചെയ്യണം. അപ്പൊ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് കാണണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.